ഹായ് ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചെറിയൊരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ നമ്മളെ റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇതാണ് നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നമ്മളെ വൈകുന്നേരം, അതായത് അസ്ര നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിലേക്കെല്ലാം ഇറങ്ങൽ. മെയിനായിട്ട് നമ്മൾ നോമ്പിൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ആ ഒരു ടൈമിനാണ് ഇറങ്ങൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ 2 സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. പിന്നെ ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അതെല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് കുറച്ച് ഉള്ളി മതി കേട്ടോ. കാരണം വലിയ ഹെവി ആയിട്ടുള്ള മസാലയൊന്നുമല്ല, ജസ്റ്റ് ചെറിയ രീതിയിലുള്ളൊരു മസാലയാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് വേണ്ടത്. അപ്പം ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി മാത്രം ചെറിയൊരു പീസും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല. അപ്പോൾ ഇത്രയും മാത്രമേ വേണ്ടൂ കേട്ടോ. ചെറിയൊരു ടൈപ്പ് മസാലയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ എഗ്ഗും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിന്. പിന്നെ ഈ ഒരു സ്നാക്ക് ഞാൻ കഴിഞ്ഞ റമദാൻ്റെ മുന്നേ ഉള്ളൊരു വ്ളോഗിൽ കാണിച്ചു തരാം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ട് കാര്യം ഞാൻ മുന്നേ ഈ യൂട്യൂബിൽ തുടങ്ങിയ ടൈമിലെങ്ങാനും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ ഈ ഒരു സ്നാക്ക് മെയിൻ കണ്ടിട്ടുണ്ടായിന്. ആരെങ്കിലും ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ പെട്ടെന്നെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നമ്മളിങ്ങോട്ടെല്ലാം. അപ്പോൾ ഇതെല്ലാ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ചില നാട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ കൂടുതലും നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ കൂടുതലുള്ളത്. ഈ ഒരു കാസർഗോഡ്, കണ്ണൂർ പകുതി വരെ അങ്ങനെയെല്ലാം ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് പണ്ടേ ഉള്ളത്. പക്ഷേ ഇപ്പം കുറച്ച് ചില ആൾക്കാരെല്ലാം ഉണ്ടാക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടോ എന്ന് കമൻ്റ് ആക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു യെല്ലോ കളറിൽ മിക്സ് ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് പൊടിച്ചിട്ട് നല്ല പോലെ ആ ഒരു മസാലയും ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു മുട്ടേൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിൽ ഒന്ന് നിറക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് ഒന്നും സ്നാക്കില്ലെങ്കിലും പെട്ടെന്ന് മുട്ടയിലുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. ആ ഒരുമിച്ച് തന്നെ ഞാൻ അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മൈദ മതി കേട്ടോ, കുറച്ച് മൈദ, അതുപോലെ തന്നെ ഒരു മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇത് അധികം ലൂസാവാനും പാടില്ല. നമ്മളിങ്ങനെ പഴമെല്ലാം പൊരിക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഇതാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഇത് ഉണ്ടാകാനായിട്ട്. പിന്നെ അധികമാക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഭയങ്കര പേടിയാണ്. എനിക്ക് മുന്നേല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ ആ ഒരു ചെറിയൊരു ടെക്നിക്കിൽ ഇട്ടെടുത്താൽ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ, പുറത്തിങ്ങനെ ആ ഒരു ഗ്രീൻ കളറും കൂടി വരുമ്പോൾ. അപ്പോൾ ആ ഒരു ബാറ്ററെല്ലാം അവിടെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സ്നാക്കും കൂടി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. കാരണം എല്ലാം കൂടി റെഡിയാക്കി വെച്ചതിൻ്റെ ലാസ്റ്റ് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ല. അപ്പോൾ ഇതും ഒരു സിമ്പിളാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും നമുക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ആ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കോണായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ചീസാണ്. അപ്പോൾ ചീസും പിന്നെ അതിൽ കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് അതും കൂടി അതിൻ്റെ മുകളിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോളാക്കി എടുക്കുക. അപ്പോൾ റോളാക്കുമ്പോൾ മെയിൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഫസ്റ്റ് നമ്മളത് വെച്ച ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് സെക്യൂർ ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ചീസ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്
മെയിനായിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല കാണാനും നല്ല അടിപൊളിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇങ്ങനെ എന്തെല്ലോ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ സ്വീറ്റായിട്ടും എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ കുറച്ച് ചീസെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒന്ന് നമ്മളെ ചോട്ടാസുകളെല്ലാം ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതാ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു റോള് പോലത്തെ ആ ഒരു സ്നാക്ക് പൊരിക്കാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളെ നോർമൽ സമൂസ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. ഇല്ലത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചിലതിനെല്ലാം ഞാൻ റോളാക്കിയ ടൈമിൽ ആ ഒരു ചീസെല്ലാം പുറത്തേക്ക് വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, എല്ലാം നല്ല ആ ഒരു ചീസെല്ലാം മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളെ മക്കൾസിനെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗൾഫിലുള്ള ടൈമിലുണ്ടല്ലോ, നമ്മളെ അറബി ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. നമ്മളെ പവറിൽ ഇങ്ങനെ തരുന്ന ടൈമിലെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ എല്ലാം ഫീലിങ്സ് എല്ലാം വെച്ചിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതും കൂടി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എന്തായാലും പറയണം കേട്ടോ. നമ്മളെ നാട്ടിൽ പണ്ടേ ഇല്ലോണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പത്തിലേ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് മെയിൻ മുട്ട പപ്സ്, മുട്ട റോസ്റ്റ് അങ്ങനെയെല്ലാം ആട്ടെ ഇതിൻ്റെ പേര് പറയൽ. പിന്നെ ഇപ്പം മുട്ട ബജി അങ്ങനെയെല്ലാം പറയുന്ന കേൾക്കലുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികമാക്കും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ടാൽ എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ സ്പൂണിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂണിലാണ് കേട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ചിലതെല്ലാം പൊട്ടിത്തെറിക്കാനുള്ള നല്ല ചാൻസ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു മറിച്ചിടുന്ന ടൈമിൽ എല്ലാം നല്ല പോലെ പൊട്ടിത്തെറിക്കാനെല്ലാം ഉണ്ട്. പക്ഷേ ഇത് പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എത്ര അങ്ങനെ പൊട്ടിത്തെറിച്ചാലും ഉണ്ടല്ലോ, ഇത് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളെത്ര അങ്ങനെ വലിയ എത്ര കഴിച്ചാലും മതിയാകുമൊന്നും ചെയ്യില്ല കേട്ടോ. നല്ലൊരു പാങ്ങാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ. നമ്മളിങ്ങോട്ടുള്ള മെയിനായിട്ട് നോമ്പിന് ഏതെങ്കിലും ഒരു ദിവസം 30 നോമ്പില്ലേൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാ വീട്ടിലും ഇതെന്തായാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കഴിക്കാത്തവരാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു സ്നാക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമ്മളെ ഈത്തപ്പഴം അതെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു ടൈപ്പ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പഴം, അതുപോലെ തന്നെ അനാറ്, മുന്തിരി, മാംഗോ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സാണ് കേട്ടോ ഇങ്ങനത്തേനെല്ലാം നല്ലത്. പിന്നെ കുറച്ച് കസ്കസ് എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണ്ട, മിൽക്ക് മെയ്ഡ് ചേർക്കണം. അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവൽ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വാനില ഐസ്ക്രീം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വാനിലേൻ്റെ ആ ഒരു ഫ്ലേവറാണ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാവൽ. പിന്നെ കുറച്ച് നമ്മളതിലുണ്ടെങ്കിൽ നട്ട്സ് അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കട്ടോ. പിസ്ത, ബദാം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ചൂട് സമയത്തെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൈറ്റാണ് കേട്ടോ ഇത്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ഈ റമദാൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ചൂടിനെല്ലാം നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെയെല്ലാം കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിനെല്ലാം അത്യാവശ്യം നല്ല തന്നെയാണ് അതെല്ലാം. ഇനിയിപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈം ആകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇത് 2 കളർ കണ്ട. അപ്പോൾ ഒന്ന് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത്, ഒന്ന് കുറച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ ആ ഒരു 2 കളർ കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ ഒരു 2 സ്നാക്സും സിമ്പിളാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്കും കമൻറ്റെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോസെല്ലാം ആയിട്ട് വരണം എന്നെല്ലാം അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എഡിറ്റിംഗ് ഒന്നും നമുക്ക്
പെട്ടെന്നൊന്നും ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ, ഫുള്ള് ബിസി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പീസും കാര്യങ്ങളായിട്ടെല്ലാം വരണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നോമ്പെല്ലാം എങ്ങനെ പോകുന്നു, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടോ എല്ലാം എന്താണെന്ന് കമൻറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രൂട്ട് സലാഡ്, ഞാൻ അതിൽ കുറച്ച് പിസ്തയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താണെന്ന് ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമായിട്ടുള്ള ചെറിയൊരു നോമ്പ് തുറയാണ് കേട്ടോ ഇത്. നമുക്ക് ആരെങ്കിലും ഗസ്റ്റെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എല്ലാം ആക്കിയിട്ട് ഫുള്ളിങ്ങനെ നിറച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാത്രമായിട്ട് ചെറിയൊരു രീതിയിലുള്ള നോമ്പ് തുറ കേട്ടോ. അൽഹംദുലില്ലാ, എന്താണ് നമ്മൾ മാത്രമായിട്ട് ആ ഒരു ഫാമിലി ആയിട്ട് നോമ്പ് തുറക്കുന്നതും വേറെ തന്നെ ഒരു രസമാണല്ലോ. നമ്മൾ ഗൾഫിലെല്ലാം ഉള്ള ടൈമിലെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 3-4 വർഷമായി കേട്ടോ നമ്മൾ നാട്ടിൽ നോമ്പ് തുറന്നിട്ട്, നാട്ടിൽ നോമ്പിനെല്ലാം കൂടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അല്ലേ നമ്മൾ നാട്ടിൽ നോമ്പിനെല്ലാം ഇങ്ങനെ കൂടുന്നത്. അപ്പം നാട്ടിലത്തതും അടുത്തതെല്ലാം ഡിഫറെൻ്റാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ഗീ റൈസും ചിക്കൻ കറി അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പം ഞാൻ പിന്നെ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ വലിയൊരു നീണ്ട വ്ളോഗൊന്നുമല്ല, ചെറിയൊരു രീതിയിൽ ആ ഒരു സ്നാക്സും കാര്യങ്ങളെല്ലാം ആയിട്ട് ചെറുതായിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വ്ളോഗ്സും റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.